want to waste? ഞാൻ അന്നൊരു ചരക്കായിരുന്നു. പണ്ടേ ഒരു ഇളക്കക്കാരി. ഞാൻ അന്നൊരു ചരക്കായിരുന്നു. ഞാൻ ഇപ്പം തമ്മിൽ പിണങ്ങി പോകല്. ഹൻസിക, നമ്മുടെ അൻസൂബി, ആ കുട്ടീൻ്റെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ടാണെങ്കിൽ പോലും എന്തെങ്കിലും കിട്ടുമോ എന്നും പറഞ്ഞിങ്ങനെ ഓരോ വ്യക്തികൾ ഓടിക്കൊണ്ടിരിക്കുക. സിന്ധു അമ്മയുടെ അക്കൗണ്ടിൻ്റെ താഴെ മൊത്തം കമൻറ്റ് ബോക്സ്, നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു വിലയില്ല, അതാണ് നിങ്ങൾക്ക് ആൾക്കാർക്ക് ഒരു റെസ്പെക്ട് കൊടുക്കുന്നില്ല, ഞങ്ങൾ ചോദിക്കുന്നതിന് മറുപടിയില്ല എന്നുള്ള രീതിയിലുള്ള കുറേ കമൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചോ. ഇന്ന് അൺസബ് അടിച്ചു പോയത് നാളെ ഇവരുടെ ഒരു നല്ല കാര്യം വരുമ്പോൾ ഞാൻ നിങ്ങളെ സബ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ചെല്ലും. അപ്പോൾ അത് വലിയ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അവരിതുവരെ അതിൻ്റെ മറുപടിയും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അവർ ഇന്നലെ ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വ്ളോഗിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഈ പറയുന്ന 4 പേരോ ആണല്ലോ അവർ. ഇപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു ഷോർട്ട് ഫിലിം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പൂക്കൾ എന്ന് പറയുന്നൊരു ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ, എൻ്റെ ഒരു കുറച്ച് പാട്ടും കാര്യങ്ങളൊക്കെ കുറച്ചേ കണ്ടിട്ടുള്ളായിരുന്നു. അതുപോട്ടെ, നമ്മുടെ ദിയ ചേച്ചി അതിനേക്കാളും വള്ളിയിലൊക്കെ പെട്ട് ഇൻഡിഗോയ്ക്ക് എത്ര തെറിയൊക്കെ വിളിച്ച് നടക്കുന്നതിൻ്റെ അതൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ എനിക്ക് തോന്നി കുടുംബം ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ഏറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ആ കൂട്ടത്തെ ആഹാരം മാത്രമേ ഉള്ളൂ ആ പാട്ടിൻ്റെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുക ചെയ്യുന്നത്. ഓക്കെ, കൊച്ചിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഇപ്പം എൻ്റെ ദൈവമേ 3932 പേരാണ് ഈ സബ്സ്ക്രിപ്ഷൻ ചെയ്തിരിക്കുന്നത്. 3930. എങ്ങനെ പോയാലും ഒരു 10-15 ലക്ഷത്തോളം രൂപയോളം ഒരു മാസം വരുമാനമായിട്ടുണ്ട്. പക്ഷെ എല്ലാവരും വിചാരം സബ്സ്ക്രിപ്ഷനോടെ ആ കൊച്ച് പുറത്ത് വിട്ട ഒരു വീഡിയോ ആണ്. ഒരിക്കലും അല്ല. അത് ഇൻസ്റ്റയല്ല, ഈ പറഞ്ഞ സ്നാപ്പിലോ വല്ലതും പോയതായിരിക്കാം, അല്ലെങ്കിൽ വല്ല പേഴ്സണൽ ആർക്കെങ്കിലും അയച്ചു കൊടുത്തത് റെക്കോർഡ് ചെയ്ത് പുറത്ത് പോയതായിരിക്കാം. പക്ഷെ കണ്ടിട്ട് വർക്കൗട്ട് വീഡിയോ കണ്ടാണത്. ഓക്കെ, പിന്നെ ചില കാര്യങ്ങൾ ചില ഭാഗങ്ങളൊക്കെ ഞാൻ പിന്നീട് കണ്ടപ്പോൾ ഭയങ്കര മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ അത് പുറത്ത് വിട്ടാൽ അത് ഭയങ്കര നെഗറ്റീവ് ആവുന്നൊരു കേസ് കേട്ടാണ്. ഓക്കെ, എന്തായാലും നമുക്ക് അതേണ്ടേ കമൻറ്റ് ബോക്സ് മൊത്തം എന്ന് പറഞ്ഞാൽ ഈ അമ്മയുടെ അക്കൗണ്ടിൽ വന്നിട്ട് ആൾക്കാർ ഭയങ്കര അൺസബ് ചെയ്യുന്നു, തള്ളച്ചി അങ്ങനെയാണ് മറ്റാണ് മാടയാണെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയെ പറയാത്തവരില്ല. അത് ആ രീതിയിൽ പോകും. കാരണം ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ ഉറപ്പായിട്ടും ഇത്രയും ഫേമിൽ നിൽക്കുന്ന ഒരു ഫാമിലിയാണ്. അപ്പം എന്തായാലും ആ പേരൻറ്റിനോട് ചോദിക്കും, കൃഷ്ണകുമാറിന് എന്തായാലും അക്കൗണ്ട് ഇല്ല, ഞാൻ നന്നായി. ഈ സമയത്ത് വല്ല അയാൾ ഇലക്ഷൻ ചെയ്യുന്നതായിരുന്നെങ്കിൽ അത് ഏറ്റവും വലിയ നെഗറ്റീവ്. ഓക്കെ, ഇനി നമുക്ക് ദിയ കൃഷ്ണയുടെ വീഡിയോ കണ്ടിട്ട് കാര്യത്തിലോട്ടൊക്കെ കിടക്കാം. പിന്നെ കുറേ ആൾക്കാർ ഫേസ്ബുക്കിലുള്ള എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ട് നീ പേടിച്ച് ചെയ്യുന്നില്ല ദിയാകൃഷ്ണൻ്റെ പൊട്ടെ ഈ അൻസികയുടെ ചെയ്യുന്നില്ല എന്നുള്ള രീതി. ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഒരു വിഷയത്തിൽ ഈ പറയുന്ന അതുൽ ചെയ്തിട്ടുണ്ടായിരുന്നു, യൂഷ്വൽ സൈക്കോ ചെയ്തിട്ടുണ്ടായിരുന്നു, വേറെ അങ്ങനെ ആരും ഈ ഒരു വിഷയം അങ്ങനെ ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരു 3-4 പേര് മാത്രമേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, വേറെ ആരും അങ്ങനെ കണ്ടിട്ടില്ല. ഈ പറയുന്ന രേണുസുതിയെ വിമർശിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, രേണു മാത്രം ഇട്ടുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇവരൊന്നും ഇട്ടായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഒരു മനുഷ്യരും ഇട്ടിട്ട് ചിലവർക്ക് ഇട്ട് ഡിലീറ്റ് ചെയ്തത് അങ്ങോട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് ചെയ്തു? ഈ കോര പ്രസംഗിക്കുന്ന ആൾക്കാർക്ക് ഗട്ട്സും ഒക്കെ കാണിക്കുന്ന തൻ്റെയുടെ ഒക്കെ കാണിക്കുന്നവർ എന്തുകൊണ്ട് ഇത് മാറ്റി? ഞങ്ങൾക്കിപ്പം എന്താ പറയട്ടെ, ഇപ്പോൾ കൃഷ്ണകുമാർ കൊണ്ട് സ്ട്രൈക്കോ കാര്യങ്ങൾ അടിച്ചാൽ ഞങ്ങളുടെ ചാനലിൻ്റെ പ്രശ്നം വരുമെന്ന് ഞങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാം. എന്നിട്ട് നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് ഈ ഒരു വിഷയത്തിൽ ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ. പിന്നെ ഞാനത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, അവരിപ്പോൾ ഫേസ്ബുക്കിലെ ഈ പോസ്റ്റും വീഡിയോസും ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി സൈബറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പോസ്റ്റ് വീണാൽ പോലും അത് റിമൂവ് ആയിപ്പോവും. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ എൻ്റെ ഓഡിയൻസ് കൂടുതലും ഇതല്ല, എനിക്ക് ഇഷ്ടമുള്ളിടത്ത് എനിക്ക് ഇടാം. ഞാനത് തന്നെ ചെയ്യുന്നത് എൻ്റെ യൂട്യൂബിലിടുന്നുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ അത് റിമൂവ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ചാനലിലൊരു ഇത് വരും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ചെയ്യാനത്. യൂട്യൂബ് ആണെങ്കിൽ നമുക്കിപ്പോൾ എന്ത് റിസ്ക് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, എന്തായാലും നമുക്ക് നമ്മുടെ ചേച്ചിയുടെ ഇതൊന്ന് കേട്ടിട്ട് വരാം. ട്രോള് അവർ ഇൻഡോയെ കയറി 18ൻ്റെ പണി കിട്ടി. ലഗേജും കാര്യങ്ങളൊക്കെ ട്രിവാൻഡ്രത്ത് തന്നെ അവരവിടെ ഇട്ട്, കാരണം വെയിറ്റ് കൂടുതലാണെന്നും പറഞ്ഞു. അതിനാണ് ചേച്ചി വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുടെ അടുത്ത് ട്രോളാതിരിക്കുമോ? ഞാൻ അന്നൊരു ചരക്കായിരുന്നു. എല്ലാ ദാമ്പത്യ പ്രശ്നങ്ങൾക്കും അടിസ്ഥാന കാരണം ഒരേ ഒരു അവയവമാണ് നാക്ക്. ചാനൽ എല്ലാവരും ഒന്ന് ലൈക്കും സബും ഒക്കെ ചെയ്തേക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ കമന്റ് ബോക്സിൽ കൊടുത്തേക്കണേ. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക്, ഹൈപ്പ് ഒന്ന് ചെയ്തേര്. ബാക്കി നമുക്ക് കാണാം. സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ പുറകോട്ടെ പോകും. അങ്ങനെ നമ്മുടെ എയർപോർട്ട് എത്തി. ഇത്രയും നേരമുള്ള സന്തോഷം മുഴുവൻ എയറിലായി. ആരുടെ കണ്ണേറ് കിട്ടിയതാണെന്ന് പോലും അറിയില്ല. ഏറ്റവും വലിയ ലഗേജ് വന്നില്ല. ഇതാണ് വലിയ കാര്യം. പറയാൻ എളുപ്പം, ഇങ്ങനെ ഒരു അവസ്ഥ അനുഭവിക്കണം, അപ്പഴേ അറിയും. എന്റെ അമ്മ എൻഡോമെന്റ്സ് പോലും അതിനകത്ത്. കൊടുങ്കാറ്റിൽ ആട മാറിപ്പോയപ്പോഴും അവന്റെ അമ്മായിപ്പെട്ട കോണോ മാറിയ കഥ. അപ്പൊ നമ്മളിങ്ങനെ ഈ അന്തം വിട്ട് കുന്തം വിഴിഞ്ഞ പോലെ ഇങ്ങനെ നിന്നിട്ട് നമ്മൾ അവരോട് ചോദിച്ചു എന്താ, അവര്
പറഞ്ഞു അല്ലെ ഓവർ വെയിറ്റ് ആയതുകൊണ്ട് അവര് 5-6 പേരുടെ മാറ്റി. ഒരുപാട് ഊമ്പി ഒരു കിടക്കല്ലോ. കുഞ്ഞിന്റെ ഡ്രസ്സും നമ്മുടെ ഡ്രസ്സും ഫുൾ സാധനം അതിനകത്താണ്. ഇത് കുഴപ്പമാവില്ല. നമ്മൾ എന്താ ചെയ്യട്ടെ? ആകെപ്പാട് ഒരു പെട്ടിയും ചട്ടിയും കൊണ്ടാണ് വന്നത്. വേറെ ഒന്നുമില്ല നമ്മുടെ ഇപ്പൊ ഒന്നും ഇടാനില്ല, ഒന്നുമില്ലേ. ഏത് മരപ്പട്ടീനാണ് നമുക്ക് അറിയേണ്ടത്? എന്റെ ഭയങ്കര സ്റ്റാൻഡേർഡ് ഫാമിലിയാണ്. പക്ഷെ വായിന്ന് വരുന്ന സംസാരവും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ പൊന്നോ പെറ്റ തള്ള സഹിക്കത്തില്ല. അമ്മാതിരി വർത്താനമാണ് ചേച്ചിയുടെ വായിന്ന് വീഴുന്നത്. ഒരിക്കലും ഒരു മനുഷ്യന് സഹായിക്കാൻ പറ്റാത്ത രീതിയിലെ സംസാരങ്ങളാണ്. ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചില സമയത്ത് ഇവരുടെ സംസാരം കേൾക്കുമ്പോൾ ഞാൻ ആലോചിച്ച് ഈ ഫാമിലി തന്നെ ഉള്ളതാണ്, അത്യാവശ്യം സ്റ്റാൻഡേർഡ് കുടുംബം എന്നൊക്കെ നമുക്ക് തോന്നും പുറമേ. പക്ഷെ സംസാരം വന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു സമാധാനം. ആ കൂട്ടത്തിൽ എനിക്ക് തോന്നി ഇച്ചിരി കൂടെ നല്ലത് അഹാനയും പിന്നെ ആ കൊച്ചുമായിരുന്നു ഇച്ചിരി കൂടെ നല്ലത്. ഇപ്പോൾ ആൾക്കാരാണെങ്കിൽ അതിന് കുറച്ച് ഹേറ്റേഴ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസും കാര്യങ്ങളൊക്കെ പുറത്തു വന്നതിന് ശേഷം ഭയങ്കര ഹേറ്റേഴ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ യൂത്ത് പിള്ളേർക്കിടയിൽ അതൊരു ഫാൻ ചേച്ചി വേറെ ലെവലിൽ പോളി ഇപ്പോൾ സബ്സ്ക്രിപ്ഷനൊക്കെ ഇടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ അതിനകത്ത് വന്നൊരു കേസ് കേട്ടല്ല, എന്നിട്ട് പോലും അത് ഇടിച്ച് കയറിക്കൊണ്ടിരിക്കുക. പിന്നെ ഇതിൻ്റെ സംസാര രീതി അങ്ങോട്ട് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഭയങ്കര വൾഗറാണ്. പോലും അതിനകത്താ. ഞാനാണെങ്കിൽ അടിയിലൊന്നും ഉണ്ടായില്ല. എന്റെ അണ്ടർഗാർമെന്റ്സ് പോലും അതിനകത്താ. യൂറോപ്യൻ കെറ്റപ്പാ, പക്ഷെ വാ തുറന്ന വാളാൻ തുരുത്തിയാ. Very cheap of Indigo, extremely cheap of Indigo. A few moments earlier, ഞാൻ അങ്ങോട്ട് ഫോൺ കൊണ്ടുപോയില്ലായിരുന്നു. Everything is just so beautiful. ബാത്റൂം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ അല്ലേ? a few moments later, നമ്മള് ടിക്കറ്റ് എടുത്ത് പൈസയും കൊടുത്ത് വരുന്നത് നമ്മുടെ പെട്ടി മാറ്റി വെച്ചിട്ട് ഇങ്ങോട്ട് വരാനല്ല നിങ്ങൾക്ക് പൈസ തരുന്നത്. വെരി ചീപ്പ് ഓഫ് ഇൻഡിഗോ, എക്സ്ട്രീംലി ചീപ്പ് ഓഫ് ഇൻഡിഗോ. ഞാൻ ഇൻഡിഗോ ഫ്ലൈറ്റ് തന്നെ എന്തേ വന്നാണ് ആലോചിക്കുന്നത്. ഏത് നേരത്താണ് എനിക്ക് അങ്ങനെ തോന്നിയത്? എല്ലാവരും അത് എടുക്കുന്നത്. അത് ശരിയാ. ഇനി നമുക്ക് വന്ന കാര്യങ്ങളിലേക്ക് കടക്കാം. നമ്മൾ പിന്നെ ബഡ്ജറ്റ് ഹോളിഡേസ് വഴി ട്രാവൽ ചെയ്യുന്നത് കൊണ്ട് തർക്കിട്ടൊക്കെ ഇപ്പൊ തന്നെ അരുൺ ഇവനാണ് ഞങ്ങ പറഞ്ഞ നടൻ. ഓക്കെ എന്തായാലും അവരുടെ അവസ്ഥ അങ്ങനെയും ഇവരാരും ഒരു റെസ്പോൺസും ഇല്ല. പിന്നെ അവരുടെ പൂക്കൾ എന്ന് പറയുന്ന ഒരു ആൽബം ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അഹാന വന്നിട്ടുണ്ടായിരുന്നു. എനിക്കത് ചിലവർ പറയുന്നത് ഇതിന് കൊച്ചു മനഃപൂർവ്വം ഇട്ടതാണ്, മറ്റേ ഇടിച്ചു കയറാൻ വേണ്ടിയാണ്, റീച്ചിന് വേണ്ടി കാണിച്ച പേരാണ്, ഇപ്പോഴത്തെ ട്രെൻഡിങ് ഒക്കെ ഇങ്ങനെയല്ലയോ, ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇറക്കി വിട്ടിട്ട് കോൺട്രവേഴ്സി ഉണ്ടാക്കുക, എന്നിട്ട് ആ സ്പോട്ടിൽ തന്നെ ഇത് റിലീസ് ചെയ്യുക, അങ്ങനെയൊക്കെ. എനിക്കത് അങ്ങനെയായിട്ട് തോന്നിയിട്ടില്ല ഈ ഒരു കേസ് കേട്ടില്ല. ഇവർക്ക് അതിൻ്റെ അത്ര ദാരിദ്ര്യം പിടിച്ചവരാണോ? ഇവർക്ക് അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരാണ്. ഇവരൊന്നും ഇട്ടാൽ തന്നെ ഒരു 1 മില്യൺ കൺഫേം ആണ്. പിന്നെ അവർക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ കുറെ കമന്റ്സ് വന്നിട്ടുണ്ട്. തമ്മിൽ പിണങ്ങി പോകലയുടെ ലൂപ്പിലാണ് മലയാളികളൊക്കെയും. പൂക്കളും അതെ ഇപ്പൊ പൂക്കളും തമ്മിൽ പിരിയാത്ത സഹോദരങ്ങൾ തന്നെയാണ്. സൂര്യകാന്തി പൂവും അതിന്റെ കൂടെ ചേർത്ത് വെച്ചൊരു ബോട്ടിലും അതിലൊരു മരവും. അഹാന ഇതൊക്കെയാണ് ഒരു ബന്ധത്തിന്റെ വളർച്ചയും ആഴവും ഒക്കെ കാണിക്കാൻ ഉപയോഗിച്ചൊരു ടൂൾ. അപ്പോ ഈ എഴുത്തിന്റെ വിശേഷം എന്തൊക്കെയാണ്? എനിക്ക് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു തോട്ടാണ്. ഇത് എനിക്കും സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഒരു ഡെയിലി ലൈഫുമായിട്ട് വളരെ സിമിലർ ആയിട്ട് നിൽക്കുന്ന ഒരു കോൺസെപ്റ്റ് എടുത്തിട്ട് അതിനെ വളരെ ആർട്ട്ഫുള്ളി, തോട്ട്ഫുള്ളി, എസ്തെറ്റിക്കലി കാണിക്കണം എന്നായിരുന്നു ഈ വീഡിയോയുടെ ഒരു ഇന്റൻഷൻ. അപ്പം എഴുതിക്കൊണ്ടിരിക്കുമ്പോഴും വളരെ സിമ്പിൾ ആൻഡ് റിലേറ്റബിൾ ആയിട്ടുള്ള മൊമെന്റുകളെ എത്രത്തോളം ഭംഗിയായിട്ട് വിവരിക്കാം, എത്രത്തോളം ഭംഗിയായിട്ട് എഴുതാം. പിന്നെ വലിയ ഒരു ട്വിസ്റ്റും ടേണും ഒന്നും ഇല്ലെങ്കിലും ചെറിയ മൊമെന്റ്സിലൂടെ ആൾക്കാർക്ക് എങ്ങനെ ഒരു ഉള്ളിലൊരു ഫീൽ ഉണ്ടാക്കി കൊടുക്കാം, അത് കണ്ടു കഴിയുമ്പോൾ മനസ്സിന് ചെറിയൊരു സന്തോഷം തോന്നുന്ന പോലെ. അതായിരുന്നു ഒരു തോട്ട്. ഞാനത് കണ്ടു കേട്ടോ, കുഴപ്പമില്ല, കണ്ടിരിക്കാം. വലിയ രസവുമില്ല, എന്നാലും ഇച്ചിരി നല്ലതെന്ന് പറയുന്ന നല്ലൊരു സംഭവം ഉണ്ടല്ലോ. ചെയ്തതിനെ കടലിൽ നടക്കുന്നൊക്കെ എക്സാമ്പിളാണ് ഞാനീ പറയുന്നത്. തിരക്കേടില്ലാതെ അവർ ചെയ്തിട്ടുണ്ടായൊരു സംഭവം. പിന്നെ എന്താ പറയണ്ടേ, അഷംഗോക്കിനയിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവന്മാർ പറയും ഇതൊക്കെ കണ്ട് വളർത്ത സാധനമാണെന്ന് വേണമെങ്കിൽ പറയും. പിന്നെ ഇവരുടെ അമ്മയുടെ ഒരു വ്ളോഗ്, അപ്പം അതിൻ്റെ താഴെ നല്ല നിരന്തരം കമൻറ്റും കാര്യങ്ങളാണ്. ഇന്നലെ അങ്ങോട്ട് റിലീസ് ചെയ്തൊരു വ്ളോഗാണ്, അതിനെ വെച്ച് അവര് ഈ പറയുന്ന ദിയാകൃഷ്ണനെ കുറിച്ച് സംസാരിക്കുന്നതാണ്. ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പെട്ടികൾ ഞങ്ങള് കയറ്റിയിട്ടില്ല, അത് ട്രിവാൻഡ്രത്ത് തന്നെയാണെന്ന്. അതിനകത്തൊരു കമന്റ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, നോ റെസ്പോൺസ് ഫ്രോം യുവർ ഫാമിലി സ്റ്റിൽ നൗ, സോ അൺസബ്സ്ക്രൈബിങ് ഓൾ യുവർ ചാനൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമന്റ് കണ്ടില്ലേ. ഓക്കെ, അപ്പം ഭയങ്കര നെഗറ്റീവായി ആ ഒരു കൊച്ചിന്റെ ഡാൻസ് കാരണം ഫാമിലിക്ക്. ഇന്നലെ വൈകിട്ടാണ് അവരുടെ പെട്ടി എത്തിയത്. അതുകൊണ്ട് എപ്പോഴും നമുക്ക് പറ്റുവാണെങ്കിൽ, പക്ഷെ ഞാനിന്നത് ചെയ്തിട്ടില്ല, നമ്മൾ പറ്റുവാണെങ്കിൽ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ ചെറിയ ഹാൻഡ് ലഗേജ് വെക്കുക. അതിൽ എമർജൻസി ആയിട്ട് ഇടാനുള്ള ഒരു പെയർ ഡ്രസ്സ്, ഒരു പെയർ നൈറ്റ് ഡ്രസ്സ്, ഒരു പെയർ
അണ്ടർ ഗാർമെന്റ്സ് നമുക്ക് എമർജൻസി ആയിട്ട് വേണ്ടതുണ്ടെങ്കിൽ നമുക്ക് പോലെ മെഡിസിൻ അതുപോലെ എന്തെങ്കിലും പറയും അതിനെക്കുള്ള പറ്റിയാതെ ഒരു ഹാൻഡ് ലഗേജിൽ വെക്കുന്നതായിരിക്കും നല്ലത്. ഇതുപോലെയൊക്കെ ഫ്ലൈറ്റുകാർ വന്നിട്ട് നമുക്ക് എന്താണ് കയറ്റിയിട്ട് അത് അവിടെ ഇരിക്കുമോ നാളെ വരുന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും. ഭാഗ്യത്തിരിക്കും ബേബിയുടെയൊക്കെ കുറച്ച് ഡ്രസ്സും ടൈപ്പറും ഒക്കെ വേറൊരു കൊച്ചു ബാഗിലുണ്ടായിരുന്നു. അപ്പൊ അത് കേട്ടിട്ട് ഭയങ്കര ടെൻഷനാണ് നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ചെന്ന് ഇറങ്ങുമ്പോഴേ ലൈക്ക് ഇങ്ങനെ പക്ഷെ ഞാൻ ഹാൻഡ് ലഗേജ് എടുത്തില്ല, ഞാൻ എൻ്റെ ധൈര്യമില്ല വരുന്നെടുത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞിട്ടേക്കും പോകുന്നത്. എന്നാലും എന്റെ പെട്ടി കിട്ടി. അമ്മ ഒന്നൊരു കാറ് ഫുൾ ഡേ നമുക്ക് അവിടെ കറങ്ങുമ്പോൾ കാർ അറിയിട്ടുണ്ട്. ഞാൻ ഇട്ടേക്കുന്ന സെൽവാർ ഞാൻ എൻ്റെ ലാസ്റ്റ് ബ്ലോഗില് വേദികയിൽ പോയില്ലേ, അപ്പൊ ഞാൻ അവിടെ അന്ന് ഞാൻ നോക്കിയാൽ പിന്നെ പിറ്റേന്ന് പോയിട്ട് ഓക്കെ. അപ്പോൾ ഇവരുടെ വ്ളോഗ് ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് സബ് ചെയ്ത ജനങ്ങളോട് ഒരു റെസ്പോൺസോ കാര്യങ്ങളോ ഒന്നും അവർ കൊടുത്തിട്ടില്ല. അപ്പോൾ കുറേ ആൾക്കാർ പറയുന്നത് ഞങ്ങൾക്കൊരു മര്യാദ വേണ്ട, ഞങ്ങൾ നിൽക്കുന്നില്ലെന്ന് പറഞ്ഞ് പോകുന്ന കുറേ ആൾക്കാർ, ആ പോകുന്നതിനകത്ത് 2000-3000 ലൈക്ക് ഇടുന്നു, അങ്ങനെ കുറേ ആൾക്കാർ. ഓക്കെ, നാളെ ഇവരുടെ ഒരു നല്ലത് വരുമ്പോൾ ഇവർ തിരിച്ചു കയറും. അങ്ങനെയാണ് ഈ യൂട്യൂബിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്ബൊക്കെ ചെയ്യുക. പൂക്കൾ എന്ന് പറയുന്ന ആ ഒരു സംഭവം എങ്ങനെയുണ്ട്, നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ലവ് യു ഗൈസ്.